മൈ ഓഡിയോ ബിറ്റ്സ് അവതരിപ്പിക്കുന്ന ലോകോത്തര സാഹിത്യകൃതികളുടെ ശബ്ദവീചികൾ. മൈ ഓഡിയോ ബിറ്റ്സ് അവതരിപ്പിക്കുന്ന കഥ ഇത്രമാത്രം, എ ഡീപ് മെഡിറ്റേഷൻ ഓൺ ഡെത്ത്. രചന കൽപ്പറ്റ നാരായണൻ. ശബ്ദസാന്നിധ്യം TK പ്രജിത്ത്. കൽപ്പറ്റ നാരായണൻ വയനാട് ജില്ലയിലെ കൽപ്പറ്റയ്ക്കടുത്ത് കരിങ്കുറ്റിയിൽ ശങ്കരൻ നായരുടെയും നാരായണിയമ്മയുടെയും മകനായി കൊല്ലവർഷം 1952 ജനിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മലയാളം അധ്യാപകനായിരുന്നു. കവിതയും നോവലും സാഹിത്യ വിമർശനവും സാംസ്കാരിക വിമർശനവും ലേഖനങ്ങളും എഴുതുന്നു. ഈ കണ്ണടയൊന്ന് വെച്ചു നോക്കൂ. ഒഴിഞ്ഞ വൃക്ഷഛായയിൽ, ഏതിലെയും മധുരിക്കുന്ന കാടുകളിൽ അവർ കണ്ണുകൊണ്ട് കേൾക്കുന്നു. സമയപ്രഭു, കോന്തല, തത്സമയം. സൗന്ദര്യം വെളുപ്പുമായി ഒരുടമ്പടിയിലും ഒപ്പുവെച്ചിട്ടില്ല. ഒരു മുടന്തന്റെ സുവിശേഷം. മറ്റൊരു വിധമായിരുന്നെങ്കിൽ. കവിതയുടെ ജീവചരിത്രം, എന്റെ ബഷീർ എന്നിവ മറ്റു കൃതികൾ. ഇപ്പോൾ കൊയിലാണ്ടിക്കടുത്ത് കൊല്ലത്ത് താമസം. യക്ഷൻ. എന്താണ് ഏറ്റവും വലിയ ആശ്ചര്യം? യുധിഷ്ഠിരൻ. ദിവസം തോറും ജീവജാലങ്ങൾ യമപുരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ശേഷം പേർ തങ്ങൾക്ക് നാശമില്ലെന്നും ഇവിടെ സ്ഥിരമാണെന്നും വിചാരിക്കുന്നു. ഇതിൽ പരം ആശ്ചര്യം എന്താണ്? ആരണേയ പർവം, മഹാഭാരതം. അധ്യായം 1. ഈച്ചയുടെ മൂളിച്ച. ഇഷ്ടത്തോടെ തന്നെ പൊത്തിപ്പിടിച്ചാണ് സുമിത്ര ഉറങ്ങുക. ഇടങ്കൈ മാറിടത്തിൽ അമർത്തിവെച്ച് വലങ്കൈ വിലങ്ങനെ വയറ്റിൽ പറ്റിച്ചു ചേർത്ത് ഉറക്കത്തിൽ മുഴുവനായിത്താണ്. കാണുന്നവർക്ക് കയറി വരണ്ട, ഉറങ്ങിക്കോളൂ എന്ന് പറയാൻ തോന്നും. അനസൂയയാകട്ടെ അമ്മയുടെ ഈ സുഖസുഷുപ്തി കണ്ടപ്പോഴൊക്കെ അരക്ഷിതയായി ഇന്ന് തന്നെ ഹോസ്റ്റലിൽ പോകണമെന്ന് അവൾക്ക് തോന്നി. അതേ കിടപ്പായിരുന്നു സുമിത്ര മരിച്ചു കിടക്കുമ്പോഴും. കൈകൾ നിവർത്തി നീളത്തിൽ ദേഹത്തോട് ചേർത്ത് വെക്കണമോ എന്ന് ആലോചിച്ചെങ്കിലും വാസുദേവൻ ആ കിടപ്പിന്റെ സ്വാഭാവികത ഭഞ്ജിച്ചില്ല. അയാൾ എത്തുമ്പോഴേക്കും തണുത്തു കഴിഞ്ഞിരുന്ന ആ ദേഹം അതിന് വഴിപ്പെടാനും ഇടയില്ല. അയാളുടെ രാവിലത്തെ പതിവ് നടത്തത്തിനകം പ്രാതലിന്റെ പണി പൂർത്തിയാക്കി വെക്കാറുള്ള സുമിത്ര ഇന്ന് തന്റെ ജീവിതം പൂർത്തിയാക്കി വെച്ചു. അവളുടെ കിണ്ണം കഴുകി കമിഴ്ത്തിവെച്ചു. പൂളക്കൊല്ലി കുറിച്യരുടെ വെള്ളക്കെട്ടിലെ നെറ്റ്യാപ്പൊട്ടന്മാർ ഉദയത്തിന്റെ ചുവന്ന വെളിച്ചത്തിൽ കെട്ടിമറയുന്നത് നോക്കി അയാൾ ഇന്ന് പതിവിലധികം നിന്നു. അവൾ കൂടിയുള്ള ലോകത്തിൽ കുറച്ചുകൂടി സമയം നിൽക്കാൻ അയാൾക്ക് കഴിഞ്ഞു. 1, 2, 4 പിന്നെ പിന്നെ കൂട്ടം കൂട്ടമായി ആളുകൾ പടികയറി വന്നു തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഉന്മേഷം നഷ്ടപ്പെട്ട നായ പിന്നിലെ ഒരക്കൂട്ടിന്റെ ചേതിക്കിൽ പോയി കിടന്നു. കാപ്പിച്ചെടികൾക്കിടയിലും മുറ്റത്തും കോലായിലും ആളുകൾ പതുക്കെ നിറഞ്ഞു. തണുപ്പ് കാരണം വെയിലിലേക്കും വെയില് കാരണം തണുപ്പിലേക്കും അവർ മാറി മാറി നിന്നു. വൃശ്ചിക മാസത്തിലെ വയനാട്ടിലെ രാവിലെ വെയിലുകൾ ഉണ്ടാക്കിയ മൊരിയുള്ള മുഖങ്ങൾ കൊണ്ട് അവർ അടക്കി പറഞ്ഞു തുടങ്ങി. കുരുമുളക് ചവിട്ടിമെതിച്ചതിന്റെ ചോരയുണങ്ങിപ്പിടിച്ചതിന്റെ പാടുള്ള പാദങ്ങൾ അവരിൽ പലരും തമ്മാമൽ ഉരസിക്കൊണ്ടിരുന്നു. നടുവിലെ അകത്ത് പുൽപ്പായയിൽ വെള്ള പുതച്ച് നീണ്ടു നിവർന്നു കിടക്കുന്ന മരണവുമായി നന്നായി പൊരുത്തപ്പെട്ട മുഖമുള്ള ഈ 38കാരി തന്നെ ചുറ്റിപ്പറക്കുന്ന ഈച്ചയുടെ മൂളിച്ച കേൾക്കുന്നുണ്ടാവുമോ? അവളുണ്ടാക്കിയ കരച്ചിലിന്റെ സാന്ദ്രത കുറഞ്ഞു തുടങ്ങി. വർത്തമാനങ്ങളിൽ കരച്ചിൽ വാർന്ന് വ്യക്തമായി തുടങ്ങി. സംഭാഷണങ്ങളിൽ ചിലതെങ്കിലും അവളെക്കുറിച്ചല്ലാതായി തുടങ്ങി. ചുറ്റുമിരുന്നവർക്ക് ദാഹിക്കുവാനും മൂത്രമൊഴിക്കാൻ മുട്ടുവാനും ഒരേ വെപ്പിൽ വെച്ച കാലുകൾ ധരിക്കുവാനും തുടങ്ങി. അവൾ അസ്വാഭാവികമാക്കി തീർത്ത ദിവസത്തോട് അവർക്ക് കുറേശ്ശെ നീരസം വന്നു തുടങ്ങി. ഓരോരുത്തരും പതുക്കെ അവനവനാവാൻ തുടങ്ങി. അധ്യായം 2. അഭയം. 7ാം വയസ്സിലാണ് പുരുഷോത്തമൻ അമ്മയുടേതിൽ നിന്നും വ്യത്യസ്തമായ സ്വാദറിയുന്നത്. അച്ഛനെ മണിപ്പാലിലേക്ക് അമ്മയും ഇളയച്ചനും ഏട്ടനും കൂടി കൊണ്ടുപോയപ്പോൾ പുരുഷുവിനെ സുമിത്രയുടെ വീട്ടിലാക്കി. പെട്ടെന്ന് ആരുമില്ലാത്ത കുട്ടിയായി മാറിയ പുരുഷുവിനെ എല്ലാവരുമുള്ള ഒരാളാക്കി മാറ്റാൻ സുമിത്ര ഒരു പകൽ മുഴുവനും എടുത്തു. ഉച്ചയ്ക്ക് അടുത്തിരുന്ന് ചോറ് ഓരോ ഉരുളയായി മാറി മാറി സമ്മന്തിയും കൂട്ടാനും കൂട്ടി അവന്റെ വായിൽ വെച്ചുകൊടുത്തു. പല്ല് കയ്യിൽ തട്ടാതിരിക്കാൻ വായ അവൻ കൂടുതൽ തുറന്നു. അപ്പോഴൊക്കെ സുമിത്രയും ചെറുതായി വായ തുറന്നു. വെറുതെ Sample complete.
Ready to continue?